ഹോർമുസിൽ വീണ്ടും വാണിജ്യ കപ്പൽ ആക്രമിച്ചു. 4 കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. രൂക്ഷമായ രീതിയിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. തങ്ങളുടെ റൂട്ട് പാത തെറ്റിച്ച് സഞ്ചരിച്ച കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന് IRGC റിപ്പോർട്ടായിട്ട് പുറത്തുവിടുകയും ചെയ്തു. ഒരു സ്ഥിരീകരണ റിപ്പോർട്ടല്ല എന്ന് ചില മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് പറയുന്നു. അതായത് ഇറാൻ കൃത്യമായ രീതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എന്ന തരത്തിലാണ്. എന്നാൽ ഏറെക്കുറെ 4 കപ്പലുകൾ ആക്രമിച്ചത് ഇറാൻ തന്നെയാണ് എന്നാണ് അനുമാനം. ആ സ്ഥിരീകരണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ നടക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് ഈ ആക്രമണം നടത്തിയത് ഇസ്രായേലാണ് എന്ന് സംശയിക്കുന്ന തരത്തിലെ റിപ്പോർട്ടും പുറത്തു വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ 2 റൂട്ടിലൂടെയാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ താൽക്കാലിക വെടിനിർത്തൽ ഇന്നലെ രാത്രിയാണ് അവസാനിച്ചത്. തൊട്ട് പിറകെ തന്നെയാണ് ആക്രമണം നടക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ആക്രമിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നവരുമുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടുത്തെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായ പരിപാടിയും അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മരണാനന്തര കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ അത് ഇറാനിൽ തന്നെ അവസാനിക്കുന്നില്ല, അതോടൊപ്പം തന്നെ ഇറാഖിലേക്കും പോകുന്നുണ്ട്. ഇറാഖിലെ ഏകദേശം 3 സ്ഥലങ്ങളിൽ എങ്കിലും ഈ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പ് കാര്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ഇറാനും ഇറാഖും ഈ മരണാനന്തര യാത്രയിൽ തത്തുല്യമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. അങ്ങനത്തെ വൈകാരികമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇറാൻ ആക്രമിക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവരിപ്പോൾ ആക്രമിക്കുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ അമേരിക്ക തിരിച്ചടിക്കും. അമേരിക്ക തിരിച്ചടിക്കുന്നത് ഇറാൻ്റെ അകത്തേക്കായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. അങ്ങനെ ആ സമയത്ത് ഇറാൻ വീണ്ടും യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടും. അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും യുദ്ധം ഉണ്ടാവും. അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം ഇസ്രായേൽ നടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുകയാണ്. അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് സമാനമായിരിക്കുന്ന യുദ്ധം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായ സമയത്ത് ഏകദേശം 2 മാസം മുമ്പ് വലിയ രീതിയിലുള്ള യുദ്ധകാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് ഇറാന് നേരെ നടത്തിയിരിക്കുന്ന ഒരു ആക്രമണം വലിയ രീതിയിൽ സംശയിക്കപ്പെട്ടതാണ്. അത് അരാംകോ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ റിഫൈനറി കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഒരു ആക്രമണം നടന്നത്. അത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ റിഫൈനറിയാണ്. അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ റിഫൈനറികൾ ഒന്നുകൂടിയാണ് സൗദി അറേബ്യയിലെ അരാംകോ റിഫൈനറി എന്ന് പറയുന്നത്. ഇതിന് ആക്രമണം നടത്തിയതിൻ്റെ തൊട്ട് പിറകെ ഇറാൻ ഒരു വിശദീകരണ കുറിപ്പ് നൽകി. അത് ഇങ്ങനെയാണ്: തങ്ങൾ സൗദി അറേബ്യയിലെ അരാംകോ ഈ എണ്ണ ശുദ്ധീകരണശാല തങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന്. അങ്ങനെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി പിന്നീട് വലിയ രീതിയിൽ ആശങ്കയായി. പിന്നെ ഇതാരാണ് ചെയ്തത് എന്നുള്ളത്. പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ അത് ഇസ്രായേലാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തു. കാര്യം ഈ മേഖലയ്ക്ക് അറേബ്യൻ രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇറാനെതിരെ ഒരു യുദ്ധം നടത്തുക അല്ലെങ്കിൽ ആക്രമണം നടത്തുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായി. അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ കുറുക്കൻ്റെ പരിപാടി പറ്റുകയുള്ളൂ. അതിനുവേണ്ടി വലിയ ശ്രമങ്ങൾ ഇസ്രായേൽ അന്ന് തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. സ്ഥിരീകരണ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല, അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ പറയൂ. ഇസ്രായേൽ ആണെങ്കിൽ തന്നെ അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലാണ് എന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ പിന്നെ അത് അമേരിക്കയുമായിട്ട് വലിയ വിഷയം ഉണ്ടാവും എന്ന ഒരു രീതിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഒഴിഞ്ഞു മാറിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ പറയുന്ന സംഭവം ഇതിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഭവങ്ങൾ നടക്കുന്നത്. 2 മിസൈലുകൾ കപ്പലിൽ പതിച്ചു. ആ കപ്പലിൽ പതിച്ചതിനോടനുബന്ധിച്ച് തന്നെ തീപിടുത്തമുണ്ടായി. എഞ്ചിൻ്റെ ഭാഗത്താണ് പതിച്ചത് എന്ന് പറഞ്ഞു. വാണിജ്യ കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന ഹെഡിങ്ങോട് കൂടിയിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ റിപ്പോർട്ട് ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒമാൻ്റെ ലിബക്ക് സമീപമാണ് ആക്രമണം നടന്നത്. ഖത്തറിലെ LNG ടാങ്കറായ അൽ റഗയ്യത്ത് എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ സൗദി അറേബ്യയുടെ പതാകയുള്ള ഒരു എണ്ണക്കപ്പലിനും തീപിടുത്തമുണ്ടായി. എഞ്ചിൻ്റെ ഭാഗത്ത് തീപിടുത്തം നടന്ന് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. മുന്നറിയിപ്പ് അവഗണിച്ചതുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്ന്
IRGC പറഞ്ഞിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നു. എന്നാൽ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ മറ്റ് 2 വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ ആക്രമണത്തോടനുബന്ധിച്ച് കേടുപാട് നടന്നതാണ് എന്ന് പറയുന്നു. എന്നാൽ ചില മീഡിയകൾ പറയുന്നത് 4 കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഈ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് വാണിജ്യ കപ്പൽ യാത്രാ സംബന്ധമായ രീതിയിൽ അല്ലെങ്കിൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ പാതയിൽ എങ്ങനെയൊക്കെ പോകണമെന്ന് കൃത്യമായിരിക്കുന്ന ഒരു രേഖ വരച്ചിട്ട് അവരത് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അതിലൂടെ ആ റൂട്ടിലൂടെ മാത്രമേ പോകാൻ പറ്റൂ. അത് ഇങ്ങോട്ടോ ചരിഞ്ഞു കഴിഞ്ഞിട്ടോ മറിഞ്ഞിട്ടോ ഒന്നും പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇപ്പോഴും അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇറാനിൽ നടക്കുന്ന വലിയ വിശ്വാസപരമായിരിക്കുന്ന കർമ്മ കാര്യങ്ങൾ നടക്കുന്നതിനോടനുബന്ധിച്ച് ഒമാൻ്റെ തീരം ചേർന്നുകൊണ്ട് ചില കപ്പലുകളെ പറത്തിവിടുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞേക്കുന്ന ഒരു രീതി കാണുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ മേഖല അതായത് ഒമാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പാത ഉണ്ടാക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമം ഏതാനും ദിവസങ്ങളായി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെടിനിർത്തൽ 7 ദിവസം കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചതോടനുബന്ധിച്ച് അമേരിക്ക വിശ്രമിക്കുകയല്ല, പകരം ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്, ഈ മേഖലയിൽ റൂട്ട് പാത ഉണ്ടാക്കി ആ റൂട്ട് പാതയിലൂടെയാണ് പോയത്. ആ സമയത്താണ് ആക്രമണം നടന്നത് എന്നുള്ളതാണ്. പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ശത്രുപക്ഷത്തേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ശത്രു രാജ്യങ്ങൾക്ക് സൈനിക ഉപകരണങ്ങൾ കൊണ്ടുപോവുക, സാമ്പത്തിക സുരക്ഷ, ഭൂമിശാസ്ത്രപരമായ രീതിയിലൊക്കെ ഇറാനെ അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പ്രവൃത്തികൾ നടത്തുക, രഹസ്യമായ രീതിയിൽ ചില രാജ്യങ്ങൾ അതിന് അമേരിക്കയോടൊപ്പം പിന്തുണ നൽകുക, ഈ പ്രവർത്തനമൊക്കെ തങ്ങൾക്കറിയാം. ഹോർമുസ് കടൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ്. ഇന്ന് ലോകത്ത് സാമ്പത്തിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രയാസം സാധാരണക്കാർ പോലും അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നടക്കുന്ന യുദ്ധമാണ്. ആ യുദ്ധം ഉണ്ടാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വ്യക്തി മാത്രമാണ്. ഈ അമേരിക്ക ആ യുദ്ധത്തിന് നേതൃത്വം നൽകിയിട്ടില്ല. അങ്ങനെ യുദ്ധം നടത്തുന്നതിന് അമേരിക്കക്ക് താല്പര്യവുമില്ല. പക്ഷേ ട്രംപ് സ്വന്തം ഏകാധിപതിയെ പോലെ ആ യുദ്ധം നടത്തുന്നു. അതിൻ്റെ ദാരുണതമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രയാസപരമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും അമേരിക്കയിലുണ്ടാകും. അവിടെ തന്നെ പെട്രോളിയത്തിന് വില കൂടി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രയാസകരമായിരിക്കുന്ന സാഹചര്യത്തിലൂടെ പോകുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ പ്രയാസം എന്ന് പറയുന്നത് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ അവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു അന്തസ്സും ഒരു അഭിമാനവും ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അതെല്ലാം തകർന്നുപോയി. അവർ വലിയ രീതിയിലുള്ള സൂപ്പർ പവറുള്ള രാജ്യമാണ് എന്ന് പറഞ്ഞ് വീമ്പ് നടന്ന എല്ലാ സ്ഥിതിവിശേഷം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായിട്ട് ഇതിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി ഇസ്രായേലിൻ്റെ കഥ എടുക്കുന്ന സമയത്ത് അത് അതിനേക്കാണ് വലിയ രസമാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പവർഫുള്ളായിരിക്കുന്ന രാജ്യമായിട്ട് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ട ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരെയും കരയിപ്പിക്കുന്ന രീതിയിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ പാകത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഏത് തരത്തിലും ആക്രമിക്കുക. മുമ്പ് അങ്ങനെയൊന്നല്ല. ഇസ്രായേലിന് ഒരു രാജ്യം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക ആക്രമിക്കുന്നതിനേക്കാണ് വലിയ ഗൗരവമുള്ള ഒരു വിഷയമായിരുന്നു. ഇറാൻ ഇപ്പോൾ അതൊന്നും വലിയ പുത്തരൊന്നുമല്ല. ലെബനാൻ്റെ പേര് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് നേരിട്ട് കൊണ്ട് ഇറാനെ ആക്രമിക്കാതെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. അത് അവർക്കൊരു രസമായി തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ഇപ്പോഴത്തെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ പാറ്റേൺ മാറ്റിക്കൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും ഗൗരവകരമായിരിക്കുന്ന വിഷയം. ആരാണ് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പരാമർശവും പറയാതെ ഇപ്പോൾ നടക്കുന്ന ആത്മീയ നേതാവിൻ്റെ വിലാപയാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ വളരെ പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ അന്താരാഷ്ട്ര ശ്രദ്ധ ചെലുത്തുന്ന തരത്തിലേക്ക് നീങ്ങുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒത്തുകളിച്ചതാണോ എന്ന് സംശയിക്കുന്ന തരത്തിലും ചില റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തങ്ങളുടെ സംവിധാനത്തിന് നേരെയോ തങ്ങളുടെ രാജ്യാതിർത്തിക്ക് നേരെയോ സൈനികർക്ക് നേരെയോ ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും ഭയാനകരമായിരിക്കുന്ന തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ചുരുക്കം.